വെള്ളത്തിലും കരയിലും വായുവിലും തുടങ്ങി 4 വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മൾട്ടി ടെറൈൻ മൾട്ടി യൂട്ടിലിറ്റി റോബോട്ട് വികസിപ്പിച്ച് ഇന്ത്യൻ പേറ്റന്റ് നേടിയിരിക്കുകയാണ് കൊല്ലം മുണ്ടക്കൽ സ്വദേശി RS ആദർശ്. പ്രതിരോധം, അതിർത്തി സുരക്ഷ, ദുരന്ത നിവാരണം, സമുദ്ര ഗവേഷണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഉപയോഗ സാധ്യതയുള്ള ഈ റോബോട്ട് ഭാരതത്തിലെ റോബോട്ടിക് രംഗത്തിന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കൊല്ലത്ത് നിന്ന് M. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുതിയൊരു റോബോട്ടിക് ടെക്നോളജിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മുണ്ടക്കലിലാണ് ആദർശ് എന്ന ചെറുപ്പക്കാരനാണ് സൈന്യത്തിന് പോലും സഹായകരമാകുന്ന രീതിയിലേക്ക് ഒരു റോബോട്ടിക് വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടെക്നോളജിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഇത് ആക്ച്വലി ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ഐഡിയ, പിന്നെ ഭാവിയിൽ നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുത്തു. അന്നൊരു ടോയ് വെച്ചിട്ട് ആക്ച്വലി ഇതുപോലെ പൊട്ടിപ്പോയൊരു ടോയാണ്. അതെടുത്ത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവറിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് അന്ന് ഇതേപോലെ ചുമ്മാ ഓടിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തോന്നിയ ഒരു ഐഡിയ പിൽക്കാലത്ത് നമ്മൾ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനൊരു ഇതിലേക്ക് എത്തിയത്. അത് ശരിക്കും എഞ്ചിനീയറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആക്ച്വലി അതിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം നടന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡ് മനസ്സിൽ കിടന്നതാണ് പിന്നെ നമുക്ക് ഫർദറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നിലവിൽ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലിരിക്കുകയാണ് അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇപ്പം ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിൻ്റെ സർഫസിലും അണ്ടർ വാട്ടറിലും പോകുന്ന റോബോട്ടാണ്. ഇപ്പം നിർമ്മാണത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം 4th ഉം 5th ഉം വേരിയൻ്റാണ് നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇതിനൊരു 3 വേരിയൻറ്റുകൾ ആൾറെഡി ഉണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വേരിയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തതും ഈ പറഞ്ഞ കണക്ക് പേറ്റൻറ്റും കാര്യങ്ങളും ഫംഗ്ഷനാലിറ്റി എല്ലാം പ്രൂവ് ചെയ്ത് ഫംഗ്ഷനാലിറ്റി പേറ്റൻറ്റ് ഫയൽ ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ 2 ഡിസൈൻ ടെസ്റ്റ് ചെയ്ത് ആൾറെഡി അതിൻ്റെ ഡേറ്റാസൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുന്ന എല്ലാ ഡേറ്റാസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ 5th ഉം 6th ഉം വേരിയൻറ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മളെ ഒരു ലോങ് ടൈമിലുള്ള റിസർച്ചിൻ്റെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഫൈനൽ വേരിയൻ്റ് എന്ന് പറയുന്നത്. മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴുള്ള നിർമ്മാണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സൈന്യത്തിന് ഈ റോബോട്ടുകൾ സഹായകരമാകുക? ഇപ്പം സൈന്യത്തിനെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ റോബോട്ട് എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിൻ്റെ സർഫസിലും അണ്ടർ വാട്ടറിലും പോകുക. സാധാരണ ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡ്രോൺ എടുക്കുകയാണെങ്കിൽ അത് ഡ്രോണിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ എയറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പം വെള്ളത്തിൽ പോകുന്ന ഒരു സാധനമാണെങ്കിൽ വെള്ളത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിലെന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിൻ്റെ സർഫസിലും പോകാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു 3rd വേരിയൻ്റ് ഉണ്ട്. അതിനൊരു 1.4 kg എങ്ങാണ്ടാണ് അതിന് എക്സാക്ട്ലി വരുന്ന വെയിറ്റ്. അത്രേ ഉള്ളൂ വെയിറ്റ്. അതെന്ന് വെച്ചാൽ ഇപ്പം മെറ്റീരിയൽ സയൻസിലും പല കാര്യങ്ങളിലും നമ്മൾ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്ന് അത്രയും ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വെർഷൻസിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ വേരിയൻറ്റുകൾ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ സെൻസേഴ്സ് ഒക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് അൽഗോരിതംസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അതിൻ്റെ രൂപകൽപ്പന വരുന്നത്. ഈ വീഡിയോസിൽ കണ്ടിരുന്ന ആ പ്രോട്ടോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വേരിയൻറ്റിലേക്ക് മാറിയതിൻ്റെ ഒരു റോബോട്ടാണ്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇപ്പം നമുക്ക് ഇനിഷ്യലി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡെയർ ടു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഈ ടെക്നോളജി ഇങ്ങനൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡെയർ ടു ഡ്രീം വന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇത് അബ്ദുൽ കലാമിൻ്റെ മെമ്മറിക്ക് വേണ്ടി നടത്തുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഓരോ 2 ഇയറോ 1 ഇയറോ കൂടുമ്പോഴത്തേക്ക് നടത്തുന്ന ഒരിതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അന്ന് ഇതേപോലെ ഒരു DRDOയുടെ ഒരു പാനലുണ്ടായിരുന്നു. ഓൺലൈൻ വഴി നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അപ്പോൾ അവർ അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡിജിനൈസേഷൻ ചെയ്ത കാര്യങ്ങളുണ്ട് ടെക്നോളജിയുടെ. അതിൻ്റെ എല്ലാം വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അന്ന് അവാർഡ് തന്നത്. അപ്പം തീർച്ചയായും ഇത് ദുരന്തമുഖത്തും അതോടൊപ്പം തന്നെ യുദ്ധമുഖത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന തരത്തിലാണല്ലോ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതെ. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യുദ്ധം മുഖം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് സൈഡ് എപ്പോഴും തോന്നിക്കാം. പക്ഷേ എന്നാലും ഈ പറഞ്ഞ കണക്ക് നമുക്ക് അതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അവിടുത്തെ ഡേറ്റാസ് നമ്മളെ ബോർഡറിൽ ആരെങ്കിലും ഒക്കെ ഞൊഴിഞ്ഞു കയറുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും പല ഇതേപോലെയുള്ള എന്താ പറയുന്നത് ഇപ്പോൾ മയക്കുമരുന്ന് നടത്തുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ സർവൈലൻസ് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഇപ്പം കരയിൽ കൂടെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് നോക്കാം. ഇപ്പം വെള്ളത്തിൻ്റെ സർഫസ് വഴി എന്തെങ്കിലും
എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്കുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുവാണെങ്കിൽ നമുക്ക് സാധാ ഡ്രോണുകൾ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ നിർത്തി നോക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പാർഷ്യലി വെള്ളക്കെട്ടുള്ള ഒരു വീട്ടിനുള്ളിലേക്കാണ് ഇതിന് ചെല്ലുന്നതിന് ഡ്രോണിന് ഡിഫിക്കൽട്ടായിരിക്കും കയറി ചെല്ലാനായിട്ട്. ചിലപ്പം ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ള ഒരു കേസാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫ്ലോട്ട് ചെയ്ത് അതിൻ്റെ അകത്തൂടെ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വിഷ്വൽസ് കളക്ട് ചെയ്യാൻ, ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ ഈ റോബോട്ടിന് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ എർത്ത് കേക്ക് നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഫ്ലൈ ചെയ്താണെങ്കിൽ ഇപ്പോൾ ഒരു സാധാ ഡ്രോണെന്ന് വെച്ചാൽ ഫ്ലൈ ചെയ്ത് വന്ന് അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അതിനൊരിക്കലും ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ എന്താ പറയുന്നത് ഇടയിലൂടെ പോയി നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു സാധനം ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് പറന്നിറങ്ങാം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് പോകുന്നിടത്ത് ഈ പറഞ്ഞ കണക്ക് മൂവ് ചെയ്ത് പോവാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. തീർച്ചയായും കുട്ടിക്കാലത്തെ ഒരു സ്വപ്നം, അതായത് കളിപ്പാട്ടത്തിൽ നിന്ന് തുടങ്ങി ഇന്നേക്ക് എത്തി നിൽക്കുന്ന ഒരു ഇടമാണ്. അതായത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഇന്ന് ഈ റോബോട്ടിക് ടെക്നോളജി ഉപയോഗകരമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞ വേരിയൻറ്റുകളുണ്ട്. ഇനി ഒരുപാട് സ്വപ്നങ്ങളുമായി തന്നെ ആദർശ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതിൻ്റേതായിട്ടുള്ള പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ആദർശിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.